ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ അടിപൊളിയായിട്ട് ഇലയട ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഇതുപോലെ 2 ബൗൾ നിറച്ച് അരിപ്പൊടി എടുക്കുന്നുണ്ട്. ശേഷം അതിലോട്ട് 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഉപ്പ് എല്ലാത്തേക്കും എത്താൻ വേണ്ടി 1 സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് 1 കപ്പ് വെള്ളമാണ്. തിളച്ച വെള്ളമാണ്. തിളച്ച വെള്ളം നമ്മൾ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ചായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന പൊടിക്കനുസരിച്ച് നമ്മൾ ഒഴിക്കേണ്ട വെള്ളത്തിൻ്റെ അളവിലും വ്യത്യാസം വരും. ഇനി ഈ പൊടി ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കണം. ഈ ഒരു പരുവം ആവും വരെ നന്നായിട്ട് കൈ വെച്ച് കുഴച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലോട്ടായിട്ട് 1 മുറി തേങ്ങ ചിരവിയെടുക്കുന്നുണ്ട്. അതിലോട്ടായിട്ട് ശർക്കര അതുപോലെ ചുരണ്ടി എടുക്കുന്നുണ്ട്. വാഴയുടെ ഇലയിലാണ് കേട്ടോ നമ്മൾ അട പരത്തിയെടുക്കുന്നത്. ഇതുപോലെ മാവ് എടുത്തിട്ട് നന്നായിട്ട് പരത്തിയെടുക്കണം. ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ കൈ മുക്കിയിട്ട് പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് പരന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിലോട്ടായിട്ട് നേരത്തെ ചിരവി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതുപോലെ കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ശേഷം നേരത്തെ പൂണ്ടെടുത്ത ശർക്കര കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ മടക്കി വെച്ച് ചുട്ടെടുക്കാം. ചട്ടിയെടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ എല്ലാം ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ഭാഗം വെന്ത് വരുമ്പോൾ അപ്പുറം മറിച്ചിടുക. അപ്പം നമ്മുടെ ഇലയട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.